എല്ലാവർക്കും നമസ്കാരം. PMMBY ആനുകൂല്യം ഇപ്പോൾ നേരിട്ട് തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആധാർ കാർഡും ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ടുമായി NPCI എന്ന സൈറ്റിലൂടെ മാപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് തുക അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഈ പ്രോസസ്സിനെയാണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാറുമായി സീഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. PMMBY ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുടെ കോപ്പിയോ പാസ്ബുക്കോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് കൂടെ തിരിച്ചറിയുക. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് NPCI സൈറ്റുമായി ആഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഇത്തരത്തിൽ ഗൂഗിൾ സെർച്ച് ബാർ ഉണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഉണ്ടാവും. ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് NPCI എന്ന് മാത്രം അവിടെ എൻ്റർ ചെയ്താൽ മതിയാവും. അത്തരത്തിൽ എൻട്രി വരുത്തി കഴിഞ്ഞാൽ NPCIയുടെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ആ NPCI എന്ന് കാണുന്ന ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൃത്യമായി ഈ കാണുന്ന ഭാഗം ഭാരത് ആധാർ സീഡിംഗ് എനേബിൾ അല്ലെങ്കിൽ ബേസ് എന്ന് കാണും. ആ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ കാണുന്ന ആധാർ സീഡിംഗ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണുന്ന എൻ്റർ യുവർ ആധാർ നമ്പർ എന്ന് കാണുന്ന അവിടെ നിങ്ങളുടെ ആധാർ 12 അക്ക നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൃത്യമായ എൻട്രിക്ക് ശേഷം തൊട്ട് താഴെ കാണുന്ന റിക്വസ്റ്റ് ഫോർ ആധാർ എന്നത് സീഡിംഗ് എന്ന് കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണ് എന്നുള്ളത് ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം സീഡിംഗ് ടൈപ്പ് എന്ന് കാണുന്നത് ഫ്രഷ് സീഡിംഗ് എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് നമ്പറാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏത് ബാങ്ക് ആണോ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തത് ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. തുടർന്നും കൺഫേം അക്കൗണ്ട് നമ്പർ എന്ന് കാണുന്നതും കൊടുക്കുക. അവിടെ ഒരു ടിക്ക് മാർക്ക് വരും, അതും ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതേപടി തന്നെ ഇങ്ങോട്ട് ഈ കാണുന്ന കോളത്തിലേക്ക് പകർത്തി എൻ്റർ ചെയ്യണം. കൃത്യമായ ഈ രേഖപ്പെടുത്തലുകളൊക്കെ കൃത്യമായി പരിശോധിച്ച് തൊട്ട് താഴെ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസെൻറ്റ് ഫോം ആയിരിക്കും വരിക. അതും വായിച്ച് അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണുന്ന പച്ച ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് സ്വീകരിച്ച് ഇവിടെ എൻ്റർ ചെയ്ത് കൺഫേം എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൃത്യസമയത്തിനകം തന്നെ ആ OTP സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു റിസൾട്ട് ഇവിടെ പ്രത്യക്ഷമായിട്ട് വരും. സക്സസ് എന്ന സന്ദേശവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാറുമായി സീഡ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ആക്റ്റീവായിട്ട് ഇപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കണം NPCI എന്ന ഈ സൈറ്റിലൂടെ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. താങ്ക്